ജയവും തോൽവിയൊക്കെ കളിയിൽ സാധാരണയാണ്. ഞാൻ ഇതിനു മുമ്പത്തെ 2 ഹെവിയസ്റ്റ് ഡിഫീറ്റ്സ് ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് കറാച്ചിയിലും ഒന്ന് നമ്മുടെ ഇവിടെ നാഗ്പൂരിലും. പക്ഷെ അതിനൊക്കെ കാരണങ്ങൾ, വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. നാഗ്പൂരിൽ ശരത് പവാറും ഡാൽമിയും തമ്മിലുള്ള അടിക്കിടയിൽ ടീം പെട്ടുപോയി. എന്നിട്ട് അതിന് നിറയെ പുല്ലുള്ള ഒരു പിച്ച് കൊടുത്തിട്ട് മെഗ്രാ ഗിലസ്പി നമ്മളെ കഴുത്തറുത്തു. അതിൽ ഞെട്ടിക്കലൊന്നുമില്ല. അതും ആ ഓസ്ട്രേലിയൻ ടീം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച ഒരു ടീമായിരുന്നു. അപ്പം ആ തോൽവിയിൽ നമുക്ക് ഒരു അതിശയമില്ല. അതേപോലെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ പോയി കറാച്ചിയിൽ തോൽക്കണം. ആ ടെസ്റ്റ് അവർ 3 വിക്കറ്റ് 0-ന് പോയത്, ഇർഫാൻ പഠാൻ ഹാട്രിക് എടുത്തിട്ട്. പക്ഷെ അവർക്ക് ആ കഴിഞ്ഞ സീരീസ് തോറ്റേന്റെ വാശി വെച്ചിട്ടാണ് അവർ കളിച്ചത്. ബോബ് ബുൾമർ കോച്ചാണ്, ഇൻസമാം ക്യാപ്റ്റൻ. പിന്നെ അവർക്കൊരു ജീനിയസ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ആസിഫ് ആ ടെസ്റ്റിൽ എറിഞ്ഞ ബോളിങ്, അത് ഡോൺ ബ്രാഡ്മൻ ആയാലും ജോർജ് ഹെഡ്ലി ആയാലും ഗ്രേം പോളക്ക് ആയാലും ആരായാലും ഔട്ടാവുമായിരുന്നു. അങ്ങനത്തെ ബോളിംഗ് ആയിരുന്നു. ഞാൻ പണ്ട് സച്ചിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഏറ്റവും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ. അപ്പം സച്ചിൻ എപ്പോഴും പറയും, ഇത്രയും വലിയ മൂവ്മെന്റ് ഒന്നും ആരും ഒരു നല്ല ബാറ്റ്സ്മാനും പേടിക്കില്ല. ഇത്ര മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. നമ്മൾ ലൈൻ കവർ ചെയ്തിട്ടുണ്ടാവും, അത് പക്ഷെ എഡ്ജ് തട്ടിപ്പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ആസിഫിന്റെ മാജിക്. ഇത്ര മൂവ് ചെയ്യും ബോൾ, അത് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്ന് ഒരു ബാറ്റ്സ്മാനും അറിയില്ല. ലക്ഷ്മൺ എന്നോട് അത് പറഞ്ഞു, ഇവൻ ഏത് വഴിക്കാ ബോൾ മൂവ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഒരു ബോളറുടെ അടുത്ത് തോൽക്കണേൽ ഒരു നാണക്കേടും ഇല്ല.